വിശ്വസാറിന്റെ മനുഷ്യന്റെ ഉത്ഭവം എന്നുള്ള പുസ്തകം വായിക്കാനിടയായി. വളരെ വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടാണ് അത് മുന്നോട്ട് വയ്ക്കുന്നത്. സൃഷ്ടിവാദത്തിന്റെയും എവല്യൂഷന്റെയും ഇടയ്ക്ക് വരുന്ന ഒരു കൺസെപ്റ്റ് ആയിട്ടാണ് തോന്നിയത്. ഒരു പ്രായം വരെ പാരന്റ്സ് പറഞ്ഞു തന്നതും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ വിശ്വസിച്ചിരുന്ന ഒരു ഇതിൽ നിന്ന് വന്നിരുന്നത് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു എന്നുള്ള രീതിയിൽ തന്നെയാണ്. ഇതുവരെ അറിഞ്ഞിരിക്കുന്ന പരിണാമ സിദ്ധാന്ത പ്രകാരമാണ് മനുഷ്യരുടെ ഉൽപ്പത്തി എന്നുള്ളത്. മനുഷ്യൻ പരിണമിച്ചുണ്ടായെന്നുള്ളതിന് എനിക്ക് അത്ര യോജിക്കാത്തൊരു കണ്ടന്റാണ്. ഒബ്വിയസ്ലി ചെറുപ്പം മുതലേ സയൻസ് അതിൻ്റെതായ രീതിയിൽ പഠിച്ചു വന്നതുകൊണ്ട് എനിക്ക് അംഗീകരിക്കാൻ പറ്റുന്നതിനും അപ്പുറമാണത്. ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു ചിന്താഗതിയാണ് ശരിക്കും പരിണാമ സിദ്ധാന്തം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എല്ലാ മതത്തിലും അവർക്കെല്ലാവർക്കും മനുഷ്യനുണ്ടായതിനെ കുറിച്ച് ഓരോ അവരുടെ മതപരമായ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. സൃഷ്ടിക്ക് വേണ്ടി ഒരു ദൈവം, സംരക്ഷണത്തിന് വേണ്ടി, പിന്നെ ഇതിനെല്ലാം ഉന്മൂലനം ചെയ്യാൻ ആ ഒരു കൺസെപ്റ്റ് ആയിരുന്നു ഒരു കാലഘട്ടം വരെ നമ്മൾ വിശ്വസിച്ചത്. അത് മാത്രം കണ്ണടച്ച് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ നമ്മൾ സയൻസിന് വിശ്വസിക്കുന്ന ആളുകൾ. പിന്നെ സ്കൂളിലൊക്കെ പോയി പഠിക്കാൻ തുടങ്ങിയപ്പം ഡാർവിന്റെ പരിണാമ സിദ്ധാന്തത്തിലേക്ക് ഇതായി. അത് നമ്മൾ പഠിച്ചു. പക്ഷെ അതിലും പല സാഹചര്യങ്ങളിലും നമുക്ക് പല അപാകതകളും നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് സയന്റിഫിക്കലി നമുക്കതിന് വേറെ തെളിവുകളോ കാര്യങ്ങളോ, പക്ഷെ അതിനേക്ക് മറികടന്ന് അടുത്തൊരു എല്ലാ മനുഷ്യന്റെ ഉൽപ്പത്തി എവിടുന്ന് എന്നുള്ളതിനെ കുറിച്ചൊരു ഒരു വ്യത്യസ്തമായ ഒരു അഭിപ്രായം ഈ ഒരു പുസ്തകത്തിൽ നിന്ന് കിട്ടുന്നുണ്ട്. പക്ഷെ സാറിന്റെ കാഴ്ചപ്പാടുകൾ ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം വളരെ വ്യത്യസ്തമാണ്. അതിന് അനുസൃതമായിട്ട് കണ്ടെത്തലുകളും സയന്റിഫിക് റിസർച്ചും ഉണ്ടായിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ദർ ഇസ് എ സ്കോപ്പ് ഫോർ അക്കോമഡേറ്റിംഗ് ദാറ്റ് വ്യൂ ഓൾസോ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചെറുപ്പം തൊട്ടേ നമ്മൾ കേട്ടിട്ടുള്ളതാണ് ഡാർവിൻ സിദ്ധാന്തത്തെ കുറിച്ചിട്ട്. അതൊന്നൊക്കെ വ്യത്യസ്തമായിട്ട് പുതിയൊരു ചിന്ത, പുതിയൊരു ആശയം, ഇത് തീർച്ചയായിട്ടും വായിക്കപ്പെടേണ്ടത് തന്നെയാണ്.